കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമമായിട്ട് ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്ന ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ്. ഒന്നുകൂടെ വചനം വായിക്കണം. ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ, നമ്മുടെ വിഷയം അതാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ മരിച്ചു കഴിഞ്ഞു, അടക്കപ്പെട്ടു. അപ്പോൾ തന്നെ കോടിക്കണക്കിന് ജനം ജനിച്ചുകൊണ്ടിരിക്കുക. ലോക ജനസംഖ്യ കണക്കെടുത്ത് നോക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ 800 കോടി ജനം ഇപ്പോൾ നിലവിലുണ്ട്. എണ്ണത്തിൽപ്പെടാത്തവർ വേറെ. ഹല്ലേലൂയ. നല്ലൊരു ശതമാനം മരിച്ചു, അടക്കപ്പെട്ടു. അപ്പോൾ തന്നെ മുമ്പ് അവിടുത്തെ ജീവിക്കുകയും ചെയ്യും വലിയൊരു കൂട്ടം ജനം. ഹല്ലേലൂയ. എന്നാൽ ഈ ഭൂമി ജീവിക്കുന്ന സമയമാണ് നാം ദൈവമക്കളാണെന്നുള്ള തിരിച്ചറിവ് വേണ്ടിയത്. ഈ ഭൂമി ജീവിക്കേണ്ട സമയമാണ് നാം ക്രിസ്തുയേശുവിനെ ധരിക്കേണ്ടത്. ഈശ്വരം, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ കർത്താവിന്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനം നമ്മൾ സ്വീകരിക്കണം. ഈശ്വരം, സ്നാനം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു മതത്തിലേക്ക് ചേരുന്നതല്ല, ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവന്റെ മക്കളാകുക എന്നുള്ളതാണ്. അതാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന പൗലോസ് പറയുന്നത്. സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ 2 വിധത്തിൽ നമുക്കെന്നെ ചിന്തിക്കാൻ കഴിയും. പ്രൈസ്. ഒന്ന്, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ക്രൈസ്തവ സഭയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ മാമോദിസ മുക്കിയിട്ടുണ്ട്. അതൊരു ശിശുസ്നാനം. അപ്പൊ പള്ളിയിൽ എനിക്ക് മാമോദിസ തന്നെ ശിശുസ്നാനം നടത്തി കഴിയുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് ചേർന്നു. പള്ളിയുടെ രജിസ്റ്റർ ഞാൻ അംഗമായി. അപ്പൊ ആ സ്നാനം പറഞ്ഞ പള്ളിയോട് ചേരുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എനിക്കൊരു 36 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ ആമേൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ, രുചിച്ചറിഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഞാൻ സ്വീകരിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിനെ ധരിക്കുകയാണ് ചെയ്തത്. ഞാൻ പള്ളിയോട് ചേരുവല്ല ചെയ്തത്, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെയൊക്കെ ചിന്ത സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ പെന്തക്കോസിലേക്ക് ചേർന്നു എന്നുള്ളത്. അങ്ങനല്ല. സ്നാനം കൊണ്ട് പെന്തക്കോസിലേക്ക് ചേരാൻ പറ്റത്തില്ല. സ്നാനം ക്രിസ്തുവിനെ ധരിക്കുകയാണ്, ക്രിസ്തുവിനോട് ചേരുന്നതാണ്. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ എപ്രകാരം വസ്ത്രത്തെ ധരിക്കുന്നുവോ അതുപോലെ തന്നെ ക്രിസ്തുവിനെ അഥവാ അവന്റെ നാമത്തെ ധരിക്കണം. നാം ചെളി പിടിച്ചും മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്നും കൊടുത്തുകൊണ്ട് നടക്കാറില്ല. അത് നാറ്റമുണ്ടാവും. മനുഷ്യർ നമ്മെ കൂട്ടത്തിൽ ചേർക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും വസ്ത്രം മാറിക്കൊണ്ടിരിക്കും. പുതിയ വസ്ത്രം ധരിക്കും എന്ന് പറഞ്ഞാൽ സത്യക്രിസ്ത്യാനികളായി ജീവിക്കണമെങ്കിൽ നാം ക്രിസ്തുവിനെ ധരിക്കുക തന്നെ ചെയ്യണം. അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനെ ധരിക്കണം. അപ്പോഴാണ് നമുക്ക് സത്യക്രിസ്ത്യാനിയായി ജീവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തെ നാം അനുഭവിച്ചറിയുക. ഹല്ലേലൂയ. സ്നാനമേൽക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. നമ്മൾ സ്നാനമേൽക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരനുഭവത്തിലേക്ക്, അത് വിശ്വാസത്താലാകട്ടെ, നാം കടന്നു വരിക. അതിനുവേണ്ടി യേശു മുൻ മാതൃക നമുക്ക് കാണിച്ചു തന്നു. യേശു ക്രിസ്തുവിനെ അതിന്റെ മാതൃക കാണിച്ചു തന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനും അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചു. അപ്പൊ യേശു ഉണ്ട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തു 33 തിരുവയസ്സിൽ ഈ ലോകത്തിന്റെ ശുശ്രൂഷ അവസാനിച്ച് ഈ ലോകം വിട്ടു കടന്നുപോയി. 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കാൻ വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കണം, പിന്നെ നിന്നെ ഞാൻ സ്നാനപ്പെടും. പേശുറ ഇപ്പോൾ സമ്മതിക്കുക.
അപ്പൊ യേശു സ്നാനപ്പെടുമ്പോൾ 30 വയസ്സുണ്ട്. അപ്പൊ ശിശുസ്നാനം എന്ന് പറയുന്നത്, ചെറുപ്രായത്തിലുള്ള ശിശുസ്നാനം എന്ന് പറയുന്നത് പള്ളിയോട് ചേരുന്നതാണ്. ആ കുട്ടിയുടെ ജീവിതത്തിന്റെ പാപസ്വഭാവങ്ങളെ ആ കുട്ടി തിരിച്ചറിയുകയോ അതിനെ ഏറ്റുപറയുകയോ ആ കുട്ടി യേശുക്രിസ്തുവിനെ രക്ഷ പ്രാപിക്കുകയോ ചെയ്യാതെ സമുദായം പറയുന്ന അല്ലെങ്കിൽ ഭവനത്തിലുള്ള മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുന്നതാണ് ആ ശിശുസ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശിശുസ്നാനം സഹകരിക്കുന്നത്. പിന്നെ കുട്ടിയുടെ സമ്മതപ്രകാരമല്ല. എല്ലാവരും ചെയ്ത കുട്ടിയൊന്ന് സമ്മതിക്കുന്നു മാത്രം. ഞാനൊക്കെ അങ്ങനെ ചെയ്തത്. ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ. എന്നാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിത്വം, ക്രിസ്തുവിനെ ധരിച്ച, ക്രിസ്തുവിനെ ചേർന്ന ക്രിസ്ത്യാനിയായി മാറിയത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത്, അമ്മ പൗലോസ് പറഞ്ഞു, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഗലാത്യ ലേഖനം 3 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അത് കാണുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ നാം വിശ്വാസത്താൽ നീതിയിരിക്കപ്പെടേണ്ട ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു എന്ന് അവിടെ കാണാൻ കഴിയും. എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സമ്പന്ന കുടുംബങ്ങളിലെ 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചുമതല വഹിക്കുന്ന ആളെയാണ് ആ കാലഘട്ടങ്ങളിൽ, ആ രാജ്യങ്ങളിൽ ശിശുപാലകൻ എന്ന് വിളിച്ചിരുന്നത്. ഹല്ലേലൂയ. ഒരു രക്ഷകർത്താവിനെ പോലെ കുട്ടികളുടെ ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ജോലിയാണ് ഒരു ശിശുപാലകൻ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. പൗലോസ് പിന്നെയും പറയുകയാണ്, നാം ഇപ്പോൾ ശിശുപാലകന്റെ കീഴിലല്ല, കർത്താവിന്റെ പ്രമാണം വന്നപ്പോൾ അതിന് സ്ഥാനമില്ലാതായി എന്ന്. പൗലോസാണ് ഇപ്പോൾ നമ്മളെ ശിശുപാലകന്റെ കീഴിലല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ നാം ക്രിസ്തുയേശുവിലായി. ഹല്ലേലൂയ. കുട്ടി വളർന്നു കഴിഞ്ഞാൽ അവന് ശിശുപാലകന്റെ ആവശ്യമില്ലാത്തതുപോലെ ക്രിസ്തുവിനെ പിൻപറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. പഴയ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പോകുന്ന. പുതിയ നിയമ പ്രമാണത്തിൽ കർത്താവ് തന്ന കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് പ്രമാണം അനുസരിച്ചാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ശിശുപാലനകല്ല, പ്രായപൂർത്തിയായ പുത്രനാണ്. ശിശുവിൽ വിശ്വസിക്കുന്നവൻ ശിശുപാലകനല്ല, ശിശുവല്ല, ശിശുപാലകന്റെ കീഴിലുമല്ല, അവൻ പ്രായപൂർത്തിയായ പുത്രനാണ്. അപ്പം പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനെ ധരിക്കണം, ക്രിസ്തുവിനോട് ചേരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പ്രായപൂർത്തിയായ മകനെ ഒരു വിശേഷ വസ്ത്രം ധരിപ്പിക്കുന്ന പതിവ് അന്ന് ആ രാജ്യങ്ങളുണ്ടായിരുന്നു. കുട്ടി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ആ പ്രായപൂർത്തിയായെന്ന് അറിയിക്കാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശേഷ വസ്ത്രം അന്നത്തെ കാലഘട്ടങ്ങൾ ധരിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ സ്നാനത്താൽ ക്രിസ്തുവിനെ ധരിക്കുന്നത് അതിനോട് സാദൃശ്യപ്പെടുത്തി പൗലോസ് പറയാം. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പ്രായപൂർത്തിയാകുന്ന കുട്ടികൾക്ക് ആ കാലഘട്ടത്തിൽ വിശേഷവസ്ത്രം ധരിപ്പിച്ചതുപോലെ പാപങ്ങൾ ഏറ്റുമൊക്കെ പറഞ്ഞ് മടങ്ങി വരുന്ന സകല ജനങ്ങൾ ക്രിസ്തുവേശുവിന്റെ ചേരുവ സ്നാനം കേൾക്കുമ്പോൾ നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. അപ്പം പോലീസ് വേഷം ധരിക്കുന്നവരെല്ലാം പോലീസ് ആവില്ലെങ്കിലും പോലീസായി വിളിക്കണമെങ്കിൽ ആ വസ്ത്രം ധരിക്കണം. ഹല്ലേലൂയ. പോലീസിന്റെ വസ്ത്രം ധരിക്കുന്നവരെല്ലാം പോലീസല്ല, പക്ഷെ പോലീസിന് വിളിക്കണമെങ്കിൽ ആ വസ്ത്രം തന്നെ ധരിക്കണം. ഹല്ലേലൂയ. അതുപോലെ ക്രിസ്തുയേശുവിനെ സ്വീകരിച്ചവൻ ധരിക്കേണ്ട ഒരു പൊതു അടയാളമാണ് സ്നാനം എന്നുള്ളത്. യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച വ്യക്തി നിശ്ചയമായും സ്നാനമേറ്റിരിക്കണം. വേർപാട് സഭകൾ, വേർപെട്ട കൂട്ടങ്ങൾ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട അനവധി ആളുകൾ സ്നാനത്തെ വിശ്വസിക്കാത്തവരുണ്ട്. സ്നാനമേ ഇല്ല എന്ന് പറയാവുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനികളല്ല. അവരെല്ലാം മതത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുന്നവർ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ്. ഇന്ന് ശിശുപാലകന്റെ കീഴിലാണ് അവർ നിൽക്കുന്നത്. ഹല്ലേലൂയ. ശിശുപാലകന്റെ കീഴിൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് പുത്രത്വം പ്രാപിക്കാൻ കഴിയില്ല. പുത്രത്വം പ്രാപിക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം, ക്രിസ്തുയേശുവിനെ ധരിക്കണം, അവന്റെ കൽപ്പനയാകുന്ന സ്നാനത്തിലൂടെ. ഹല്ലേലൂയ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത് ക്രിസ്തുയേശുവിൽ എല്ലാവരും, ഹല്ലേലൂയ, രാജകീയ പുരോഹിതന്മാരാണ്. ഇപ്പോൾ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന സകല ജനങ്ങളും ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ രാജകീയ പുരോഹിത വർഗമാണ്.
ഹല്ലേലൂയ, സ്തോത്രം. പുനരുത്ഥാനത്തിൽ ഇന്ന് ബാക്കി നിൽക്കുന്ന സ്ത്രീ പുരുഷ വ്യത്യാസം അവസാനിക്കും. യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീ പുരുഷ വ്യത്യാസം അവസാനിച്ച് നമ്മളെല്ലാം ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന ദൈവരാജ്യത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാന പ്രമാണമോ പെന്തക്കോസ്ത് സഭ കൊണ്ടുവന്നതോ പെന്തക്കോസ്തിൽ ചേർക്കാനുള്ളതോ ഒന്നുമല്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യം വായിക്കുമ്പോൾ യേശു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. അപ്പൊ കർത്താവ് നമ്മോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ വേണ്ടിയിട്ട് ജനത്തോട് ആ ഉപദേശം പറഞ്ഞു കൊടുത്ത് അവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പൊ യേശു പറഞ്ഞ കൽപ്പനയാണ്. മാർക്കോസിന്റെ 16-12 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷാവിൽ അകപ്പെടുമെന്നാണ്. അപ്പം യേശുവിനെ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം? സ്നാനമേറ്റിരിക്കണം. പ്രൈസലോ. അനവധി വേർപെട്ട കൂട്ടങ്ങളൊക്കെ പറയുന്നത് സ്നാനമില്ലാതെ ഒക്കെ പോകുന്നവരുണ്ട്. സ്നാനമില്ല, രക്ഷയില്ല, മാനസാന്തരമില്ല, പശ്ചാത്താപമില്ല, വിശുദ്ധ ജീവിതമില്ല, വേർപാടില്ല, അല്ലെങ്കിൽ തിരുവത്താഴമില്ല. ഈ വചനം ഈ വചനം മാത്രം വായിച്ച് നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവർ പറയുന്നത് അത് മതി എന്നുള്ളതാണ്. അതിന് ചില കുടുക്ക് ചോദ്യങ്ങളിൽ ചില കുടുക്ക് വാക്യങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കും. ഹല്ലേലൂയ. അവരുടെ ശിശുപാലകന്റെ കീഴിലാണ്, പുത്രത്വം പ്രാപിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു സ്നാനമേറ്റ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. പത്രോസ് പറയുക, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവരെ കാൽച്ചുകൂടി പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കർത്താവിനായ യേശുക്രിസ്തുവിനെ നമ്മൾ ചേർന്ന് ക്രിസ്തുവിനെ ധരിച്ച് നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അന്ത്യത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ട് കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് നമുക്കൊരു കാൽച്ചുകൂടി മാതൃകയായി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പം പ്രമാണത്തിൽ ജീവിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ കറുത്ത വേദപുസ്തകം, സത്യവേദ പുസ്തകം പിടിച്ചത് കൊണ്ടെല്ലാം ഈ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയാണ് POC ബൈബിൾ കൊണ്ട് നടക്കുന്നത്. ഞങ്ങളൊക്കെ കൊണ്ടതാ പിടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ നോക്കുമ്പോൾ എല്ലാ യാക്കോബ, ഓർത്തഡോക്സ്, മർത്തോമ, ആമിൻ തുടങ്ങി CSI തുടങ്ങിയ എല്ലാ പ്രൊട്ടസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഈ സത്യവേദ പുസ്തകം പിടിക്കുന്നത്, ഈ കറുത്ത പുസ്തകമാണ്. ഹല്ലേലൂയ. എല്ലാവരും അത് തന്നെയാണ് പ്രസംഗിക്കുന്നത്, ഞങ്ങളും അത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ ഈ കറുത്ത പുസ്തകം പിടിച്ചത് കൊണ്ടോ അതുകൊണ്ട് നടന്നത് കൊണ്ടോ ഒന്നും നമുക്ക് ദൈവരാജ്യം ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഭയിലെ ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിലെ ഇടയൻ നല്ലതാണ്, നല്ല വേഷഭൂഷാദികൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനോഹരം. അതെ, അവർ വേഷഭൂഷാദികളും നല്ല വസ്ത്രങ്ങളും ചിഹ്നങ്ങളും വെച്ച് ധരിച്ചു വന്നത് കൊണ്ട് അവർക്ക് ദൈവരാജ്യം കിട്ടത്തില്ല. ഭൂമിയിൽ ഒരു ശിശുപാലകന്റെ കീഴിലാണ് അവരുടെ സഭ കൊടുത്ത, അവരുടെ സമുദായം കൊടുത്ത, അവരുടെ സമുദായത്തിന്റെ നേതൃത്വം കൊടുത്ത വേഷഭൂഷാദികൾ അടങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന, പക്ഷെ അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതാണ്, ക്രിസ്തുവിനോട് ചേർന്നിട്ടില്ല. എന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു, അല്ലേ, നമ്മൾ പ്രസംഗിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ മാതൃസഭയിൽ സംസാരിക്കുന്നത്. ആ സഹോദരൻ ഇതൊരു മാതൃസഭ വിട്ടിട്ടില്ല കേട്ടോ, പണ്ടത്തെ. അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും പ്രസംഗിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇത് തന്നെ എല്ലാവരും പ്രസംഗിക്കുന്നത്, ഇത് തന്നെ എല്ലാവരും പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കുന്നവരെല്ലാവരും ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. പ്രസംഗിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവരാജ്യം കൊടുക്കാമെന്ന് യേശു എങ്ങും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ദൈവകൽപ്പന സ്വീകരിക്കുന്നവൻ, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ദൈവകൽപ്പന സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ശിശുസ്നാനം കൊണ്ട് ദൈവരാജ്യം കിട്ടത്തില്ല. അത് പള്ളിയോട് ചേരാം. എന്നാൽ പ്രായപൂർത്തിയായി പുത്രനായി കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന് പാപത്തെക്കുറിച്ച് തിരിച്ചെടുപ്പം പാപം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഇടയന്റെ കൈക്കീഴിൽ, സഭാശുശ്രൂഷകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ ആ സ്നാനം നിങ്ങളെ പള്ളിയിലേക്ക് ചേർക്കുന്നതല്ല, ക്രിസ്തുവിനെ ധരിക്കുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന ഒരു മഹനീയമായ ശുശ്രൂഷയാണ് ദൈവസഭ ചെയ്യുന്നത്. ഹല്ലേലൂയ.
അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും ഈ സ്നാനം പറ്റുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പണ്ട് എന്തൊക്കെ ചെയ്തു വെച്ച് പണ്ട് എന്തൊക്കെ ചെയ്തു, പണ്ട് എന്തൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾ അറിയില്ലായ്മയുടെ ചെയ്തു. ഞാനൊക്കെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയൊക്കെ അങ്ങ് സ്നാനപ്പെട്ടു, ഹല്ലേലൂയ. പിന്നെ എൻ്റെ സഹോദരനൊക്കെ അങ്ങ് സ്നാനപ്പെട്ടു, ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി ഏതോ ശിശുപാലകന്റെ കീഴിലാണ് നിൽക്കുന്നത്, അവർക്ക് ഇതുവരെ പുത്രത്വം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ശിശുപാലകന്റെ കീഴിൽ നിന്ന് ന്യായപ്രമാണത്തിന്റെ ബന്ധനങ്ങൾ അവർ വിടുവിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്തു? കർത്താവ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു. ഹൃദയം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിനോട് ചേരുവാനുള്ള താല്പര്യം വന്നു. ക്രിസ്തുവിനോട് ചേരുവാനുള്ള താല്പര്യം വന്നപ്പോൾ അത് സഭയോട് അറിയിച്ചു കഴിഞ്ഞപ്പോൾ സഭ ഒന്നടങ്കം തീരുമാനമെടുത്ത് അവർക്ക് ദൈവകൽപ്പനയാകുന്ന സ്നാനം കൊടുത്തപ്പോൾ അവർ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ ധരിച്ചു. ഹല്ലേലൂയ. രക്തം ചെയ്യും നില കേൾക്കുന്നപ്പോൾ മാതാവ് സ്നാനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ആമ്പാറ്റ വിറയ്ക്കുന്ന പോലെ വിറയ്ക്കണം. ഈ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങ് തുള്ളിക്കയറൊന്നും വേണ്ട. നമ്മൾ ചില വീടുകളിലൊക്കെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ മുഖമൊക്കെ അങ്ങ് ചില തേട് കുത്തിയതല്ല എന്താ ഈ കടന്നിൽ കുത്തിവരാവും. നിങ്ങളോടൊന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം, അത് അവർക്കെല്ലാം അറിയാമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അവർ പറഞ്ഞ ഒരു കടന്നിൽ കുത്തിയപോലെ അവിടെ മോന്തിരിക്കുന്നത്, അതായത് നിന്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ഇരുന്നാലും ഞങ്ങൾ സ്നാനത്തെക്കുറിച്ച് പറയും, അല്ലേ? കാരണം ഞങ്ങൾ ക്രിസ്തുവിനെ ചേർന്ന് ക്രിസ്തുവിനെ ധരിച്ച് ഞങ്ങൾ സന്തോഷം അനുഭവിക്കുന്നവരാ. ഞങ്ങൾ ഇന്ന് ശിശുപാലകന്റെ കീഴിലല്ല, കർത്താവായ യേശു ക്രിസ്തുവിനാൽ പുത്രത്വം പ്രാപിച്ചു. പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന് ആത്മാവിനെ ദൈവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ കർത്താവിനെ രക്ഷിതാവിധമായി സ്വീകരിച്ച് ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ. ഹല്ലേലൂയ. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, അമ്മയല്ലേ അല്ലെ, പാരമ്പര്യത്തിന്റെ പ്രമാണം വിട്ട് നീ മടങ്ങി വരണം. പാരമ്പര്യം നിന്നെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. പാരമ്പര്യത്തിന്റെ പ്രമാണമൊന്നും നിന്നെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. സഭയുടെ ചട്ടക്കൂടൊന്നും സഭയുടെ പ്രമാണമൊന്നും നിന്നെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകത്തില്ല. നിന്നെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാൻ യേശു ക്രിസ്തു തന്ന തിരുവചനത്തെ നീ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കണം, എന്ന് പ്രവർത്തിക്കണം, രക്തം ചെയ്യണം. അപ്പൊ സ്നാനം നൽകുന്നതിന് വേണ്ടി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനായി യോഹന്നാൻ സ്നാപകനെ ദൈവം തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന് സ്നാനമേൽക്കാൻ വേണ്ടി സ്ത്രീകളിൽ ജനിച്ചവരിൽ വലിയവനായ സ്നാപക യോഹന്നാനെ ദൈവം തെരഞ്ഞെടുത്തു. പഴയ പാപജീവിതത്തെ ഉപേക്ഷിച്ച് പുതിയ വിശുദ്ധ ജീവിതം നയിക്കാം എന്ന് തീരുമാനിക്കുന്നവർക്ക് അവൻ സ്നാനം കൊടുത്തു. അന്ന് യോഹന്നാൻ സ്നാപകന്റെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ അവർ നിറഞ്ഞു തരുന്നതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പുതിയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് കടന്നു വന്നവർക്കെല്ലാം സ്നാപക യോഹന്നാൻ ഹല്ലേലൂയ സ്നാനം കൊടുത്തു. ഹല്ലേലൂയ. അപ്പം അതായത് പാപക്ഷമയ്ക്ക് വേണ്ടി മാനസാന്തതയായി അവൻ സ്നാനം കൊടുത്തു. അതായത് പാപക്ഷമയ്ക്ക് വേണ്ടി ഒരുവൻ ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിച്ച് പാപം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അല്ലേ? ഈ ലോകത്തിൽ പാപമില്ലാതെ ജീവിച്ച, വഞ്ചനയില്ലാതെ ജീവിച്ച, ചതിവില്ലാതെ ജീവിച്ച നിഷ്കളങ്കൻ, നിർദോഷൻ, നിർമ്മൽ, പവിത്രൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ, പാപികൾ വേറെ വിട്ടവനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ സ്നാനമേറ്റു കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളാണ്. ഏത് മത നേതാവും പാപിയാണ്. ചിലരൊക്കെ പറഞ്ഞ ഞങ്ങളുടെ മതത്തിന്റെ നേതാവ് വിശുദ്ധനാണെന്ന്. അല്ല പ്രിയരേ, ഒരു മതത്തിന്റെ നേതാവ് വിശുദ്ധനല്ല. ഞങ്ങളൊക്കെ ഒരു സഭയുടെ ശുശ്രൂഷകന്മാരായി നിൽക്കുന്നെങ്കിലും ഞങ്ങളെല്ലാം അവകാശപ്പെടുത്തി ഞങ്ങളെല്ലാം പൂർണ്ണ വിശുദ്ധനാണെന്ന് ഞങ്ങൾ പറയില്ല. എന്നുകൊണ്ട് ഞങ്ങൾ പാപം ചെയ്യുന്നു എന്നതിനകത്ത് അർത്ഥവുമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊടുക്കൽ കൊണ്ടും വാങ്ങൽ കൊണ്ടും നിരൂപണത്തിലും ഭവനത്തിനകത്തും പുറത്തും സഭയ്ക്കകത്തും ഒക്കെ ഏറ്റക്കുറച്ചുകൾ സംഭവിക്കാം. അതൊക്കെ പാപമാണ്. അല്ല, പാപം എന്ന് പറയുമ്പോൾ വ്യഭിചാരം ചെയ്യണം, പിടിച്ചു പറിക്കണം, മോഷ്ടിക്കണം, കൊല്ലണം, അങ്ങനെയൊക്കെ അങ്ങനല്ല നമ്മുടെ നോട്ടങ്ങൾ കൂടുക. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും വിശുദ്ധനായി ജീവിക്കാൻ കുറവുകളുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ ധരിച്ചവർ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവർ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് മോചനം പ്രാപിക്കാൻ എപ്പോഴും അവർ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പാപത്തിൽ വീഴാതിരിക്കുവാൻ പരിശുദ്ധൻ അവർക്ക് ആലോചന കൊടുത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ക്രിസ്തുവിന്റെ വരവോളം വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കൃപതയും അവർക്ക് പകരും. അല്ലെങ്കിൽ അല്ലാതെ നമ്മളൊരു പള്ളിയിലേക്ക് വന്നതുകൊണ്ടും നമ്മുടെ പാപം മോചിച്ച് കിട്ടത്തില്ല. നമ്മുടെ പള്ളിയിലേക്ക് വന്നതുകൊണ്ട് പള്ളിയിലിരിക്കുന്ന പുരോഹിതനോട് നമ്മൾ രഹസ്യത്തിൽ നമ്മുടെ പാപം ഏറ്റു പറഞ്ഞതുകൊണ്ടോ പാപത്തിന് പരിഹാരമില്ല. ആ മനുഷ്യനും ഒരു പാപിയാണ്. പ്രൈസറോ, പാപത്തിന് പരിഹാരം വരുത്തി വിശുദ്ധ ജീവിതം നയിക്കണം, രക്തം ചെയ്യണം.
അപ്പൊ നമ്മൾ വഞ്ചനയില്ലാത്ത ദൈവത്തിനായി യേശു അവനിൽ നിന്ന് സ്നാനമേൽക്കുവാൻ, അല്ലെങ്കിൽ വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത, കളവില്ലാത്ത യേശു ക്രിസ്തു സ്നാപയോഹന്നാലിന് സ്നാനമേൽക്കുവാൻ വന്നു. അവന്റെ ഉള്ളിൽ കലടിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ല, യേശുവിന്റെ ഉള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടോ പാപങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടോ അല്ല യേശു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റത്. പിന്നെന്താ? നമുക്കൊരു മാതൃക വെച്ചു പോയതാണ്. അല്ലേ? അപ്പൊ അവൻ വിശ്വസിക്കുന്നവരെല്ലാവരും സ്നാനപ്പെടണമെന്ന് ദൈവജനം. അതുകൊണ്ടാണ് മത്തായിയുടെ ശേഷം 3:15 യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേൽക്കാൻ വന്നപ്പോൾ യോഹന്നാൻ അവനെ തടഞ്ഞു. അപ്പോഴാണ് യേശു പറയുന്നത്, യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. അല്ലേ? അത് സ്നാനം ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കുന്ന സ്ഥലമാണ്. സ്നാനം എന്ന് പറയുന്നത് ദൈവത്തോട് ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കുന്ന, ദൈവത്തോട് ചേരുന്ന, നമുക്ക് നീതീകരണം പ്രാപിക്കെങ്കിൽ നമ്മൾ നീതിയിലേക്ക് നടത്തുന്ന, പാപബോധം വരുന്ന, വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്ക് പ്രേരണ നൽകുന്ന, കഴിഞ്ഞകാല ജീവിതത്തെ ഉപേക്ഷിച്ചിട്ട് പുതിയ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നീതിയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്നതാണ് സ്നാനം. അല്ലേറിയ. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളെയും ഗുണാതിശയങ്ങളെയും നമ്മുടെ മേലുണ്ടാകണം. ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവേശുള്ള ഗുണാതിശയങ്ങൾ, ക്രിസ്തുവേശുള്ള ഭാവമൊക്കെ നമ്മളിൽ നിറയണം. അല്ലേറിയ. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനമല്ല, സഭയുടെ പ്രമാണമല്ല, ദൈവം തന്ന കൽപ്പനയാണ്. പ്രൈസലോ. ദൈവം തന്നതാണത്. അല്ലേറിയ. അത് നിനക്ക് വിശ്വസിക്കാൻ കഴിയണം. പ്രൈസലോ. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അവനെ ധരിച്ചിരിക്കുന്ന, അവന്റെ കൽപ്പന സ്വീകരിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഈ ഭൂമി ഭയപ്പാടിന്റെ ആവശ്യമില്ല. അവർ ഭയപ്പെട്ട് ജീവിക്കത്തില്ല, ഫിരിവിനെ പോലെ ജീവിക്കത്തില്ല. കാരണം അവർക്കൊരു പ്രത്യാശയുണ്ട്, അവർക്കൊരു സന്തോഷമുണ്ട്. അല്ലേലൂയ. അവർക്കറിയാൻ ഞങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചവരാണ്, ക്രിസ്തുവിനോട് ചേർന്നവരാണ്. ഞങ്ങൾ ഈ സമയത്ത് എവിടെ വെച്ച് എപ്പോൾ മരിച്ചാലും എങ്ങനെ മരിച്ചാലും മരണത്തോടുകൂടി ഞങ്ങൾ നിത്യതയിൽ എത്തിച്ചേരുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, മാതാവേ, സഹോദര, എന്ന് നീ മരിച്ചാൽ നീ ദൈവരാജ്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടോ? നിന്റെ മതം പറഞ്ഞ് പഠിപ്പിച്ച ഉറപ്പല്ല വേണ്ടി നിനക്ക് സ്വന്തമായിട്ട് തീരുമാനമുണ്ടായിരിക്കണം. ലേലുയ. അങ്ങനെ എല്ലാവർക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പ്രമാണം വെച്ചിരിക്കുന്നത്. പ്രൈസോ. നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേൽക്കണം. ഈ സ്നാനത്തെ കുറിച്ച് തന്നെ വേദപുസ്തകത്തിൽ അനവധി പഠിപ്പീരുകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സഭയുടെ അനുഷ്ഠാനങ്ങളിൽ സ്തോത്രം ഒന്നാണ് ഹല്ലേലൂയ ഈ സ്നാനം എന്നൊക്കെ പറയുന്നത്. പുതിയ നിയമസഭയ്ക്ക് ദൈവം ചില അനുഷ്ഠാനങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? 1 മാനസാന്തരം, രക്ഷപ്രാപിക്കുക. 2 ഹല്ലേലൂയ വിശ്വാസ സ്നാനം. 3 പരിശുദ്ധാത്മാ സ്നാനം. 4 ഹല്ലേലൂയ അപ്പോസ്തലിക ഉപദേശം കേൾക്കുക. 5 വിശുദ്ധ ജീവിതം, വേർപാട്. 6 ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കുക. 7 അപ്പം മുറുക്കൽ. അങ്ങനെ സഭയുടെ പ്രമാണം ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞ അടിസ്ഥാന കൽപ്പനകൾ നാം പാലിച്ചിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പാപത്തിന് മരിച്ചവർ അതിൽ തുടരുവാൻ കഴിയില്ല. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പുതുജീവൻ ഭാവിക്കുന്നു. അവൻ യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന സ്നാന ശുശ്രൂഷയിൽ പങ്കാളിയാകേണ്ടതാണെന്ന് ദൈവജനം പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ റോമലേഖനമൊക്കെ വായിക്കുമ്പോൾ 6-ാം അധ്യായം, റോമലേഖനം 6-ാം അധ്യായം 2 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സ്നാനത്തെക്കുറിച്ചൊരു പഠനം കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്നാനം എന്ന പദം ഏകദേശം 100 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ടെന്നുള്ളത് വേദപുസ്തകത്തിൽ പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്നാനത്തെക്കുറിച്ച് 60 പ്രാവശ്യം വിവിധ ഭാഗങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ദൈവത്തിന് വചനം പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. റോമലേഖനം 6-ാം അധ്യായം 1 തൊട്ട് വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, ആകിയാൽ നാം എന്തു പറയിട്ട് കൃപ പരിഹരിക്കുന്നതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാൾ മരുത് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നമ്മൾ സ്നാനമേറ്റ യേശുക്രിസ്തു ചേരാനാണ് സ്നാനം അവരുടെ മരണത്തോട് പങ്കാളിയായി തീരാൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു,
ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്താൽ നടക്കേണ്ടത് തന്നെ. അതെ, എന്ന് പറഞ്ഞാൽ വചനം പറയുന്നത് അല്ലേ, നാം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അവന്റെ മരണത്തെ കാണിക്കുക. സ്നാനത്തിൽ നാം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അവന്റെ മരണത്തെയും, അല്ലേ, വെള്ളത്തിൽ മുങ്ങുന്നത് അടക്കത്തെയും, വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്നത് അവന്റെ ഉയർപ്പിനെയും ചൂണ്ടിക്കാണിക്കുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണ അടക്കം ഉരുത്താനത്തോടേക്ക് ഭവിക്കുന്നതാണ്, ക്രിസ്തുവിനോട് ചേരുന്നതാണ്, ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് സ്നാനം. അല്ലേരിയ ആമി വീട്ടിലെടുക്കപ്പെട്ട ദൈവനം പുതിയ നിയമസഭ ആമി സ്നാനമേൽക്കണം. അല്ലേരിയ പെന്തക്കോസ്താൾ വന്നപ്പോൾ അപ്പോസ്തലന്മാരടക്കം 120 പേർ ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിരുന്ന് പെട്ടെന്ന് കൊടിയ മുഴക്കം പോലെ മുഴക്കം കൂടിയിരുന്ന് വീട് മുഴുവൻ നിറച്ചു. അജ്ഞാനം പോലെ പിറന്നേക്ക് നാവുകൾ അവർ ഓരോരുത്തരുടെ പറഞ്ഞു വന്ന അവരെല്ലാവരും ആത്മാവ് നിറയപ്പെട്ട്, അങ്ങനെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ കാര്യങ്ങളെ, ദൈവീയ വചനത്തിന്റെ മർമ്മങ്ങളെ അവർ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് യെരൂശലേം ദേവാലയത്തിൽ വലിയ പെരുന്നാളിന് വന്ന യെരൂശലേം ദേവാലയത്തിൽ വലിയ പെരുന്നാളിന് ജനം വന്നിട്ടുണ്ട്. ഒരുപാട് ജനം പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. ആ യെരൂശലേം ദേവാലയത്തിൽ അന്ന് കാളവെട്ടുണ്ട്, ആടുവെട്ടുണ്ട്, ഹല്ലേലൂയ, എല്ലാ മൃഗയാഗങ്ങളുണ്ട്, ചോര കൊണ്ടുള്ള യാഗമെന്ന് യെരൂശലേം ദേവാലയത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവരെല്ലാം പെരുന്നാളിന് വന്നിട്ട് ആ യാഗത്തിൽ പങ്കാളിയായി തീർന്നിട്ട് മടങ്ങിപ്പോകും. ആ സമയത്താണ് പെന്തക്കോസ്ത് നാളിൽ ആമീൻ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട പത്രോസ് അടക്കമുള്ള 120 പേർ ഹല്ലേലൂയ അതിന്റെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോഴാണ് യെരൂശലേം ദേവാലയത്തിൽ ചോര കൊണ്ടുള്ള യാഗം നടക്കുമ്പോൾ, പെരുന്നാൾ നടക്കുമ്പോൾ അവിടെ നിന്ന് ഒരു 3000 പേർ കൂടി പത്രോസിന്റെ അരികിലേക്ക് വരിക, അപ്പോസ്തലന്മാരുടെ അരികിലേക്ക് വരിക. സഹോദരന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ഹല്ലേലൂയ. അതെ, അന്ന് പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ ആരംഭത്തിൽ ആമീൻ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്ന സ്വർഗ്ഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടപ്പോൾ അന്ന് സ്നാനമേറ്റവർ 3000 പേരാണ്. അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ വായിച്ച കാണാം. പിറ്റേന്നാൾ 5000 അങ്ങനെ ദിനംപ്രതി സഭ വിശാലമായി പെരുകിക്കൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ ഇതൊക്കെ ആദിമ സഭയിൽ നടന്നതാണ്. ഹല്ലേലൂയ. സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാനാണ്, ക്രിസ്തുവിനെ ധരിക്കുന്നതാണ്, അവന്റെ മരണമടക്കം ഉരുത്താൻ തുടങ്ങി ഭവിക്കുന്നതാണ്, വിശുദ്ധ ജീവിതത്തിന് അടയാളമാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്ന മാതാപിതാ, പള്ളിയുടെ പ്രമാണത്തിൽ, പള്ളിയുടെ അല്ലെങ്കിൽ നടപടിക്കകത്ത് നിന്ന് പള്ളി പറയുന്നത് കേട്ട് നിങ്ങൾ നിന്ന് കള്ളും കഞ്ചാവും മദ്യവും മയക്കും ലഹരി പദാർത്ഥങ്ങളൊക്കെ അടിച്ചുപയോഗിച്ച് അസഭ്യ വാക്കുകളും അസഭ്യ ജീവിതവും ദൈവികമല്ലാത്ത നടത്തിപ്പും ഒക്കെ ചെയ്ത് നിങ്ങൾ ജീവിച്ച് ദൈവരാജ്യത്തിൽ ചെല്ലാൻ നിങ്ങൾ വിശ്വസിക്കരുത്, ചിന്തിക്കരുത് കേട്ടോ. ദൈവരാജ്യം വിശുദ്ധന്മാർക്കുള്ളതാണ്, ദൈവമക്കൾക്കുള്ളതാണ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവമക്കളില്ല, എല്ലാ ക്രൈസ്തവരും ദൈവമക്കളല്ല. ഹല്ലേലൂയ. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ചിലർ പറയുന്നത് അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു പടം വീട്ടിൽ വെച്ചതുകൊണ്ട്, യേശു വീടിന്റെ നായകൻ എന്നൊക്കെ എഴുതി വെച്ചതുകൊണ്ട് എല്ലാവരും ദൈവമക്കളാണെന്ന് ചിലർ പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ. അപ്പം ഈ വേദപുസ്തകം പിടിച്ചിരിക്കുന്നവരും എല്ലാവരും ദൈവമക്കളല്ല. ക്രൈസ്തവ പേരുള്ളത് കൊണ്ടും എല്ലാവരും ദൈവമക്കളല്ല. ദൈവമക്കളാകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ കൈക്കൊള്ളണം. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അവരെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം തന്നു. അപ്പം ഭൂമിയിൽ നമ്മളൊരപ്പനും അമ്മയ്ക്കും ജനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല പാപ സ്വഭാവങ്ങളും നമുക്കുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും പാരമ്പര്യമായിട്ട് നമ്മൾ പകർന്നു കിടപ്പുണ്ട്. ആദാമിൽ സംഭവിച്ച സകലതും നമ്മളുണ്ട്. ആദാമിന്റെ പാപം നമ്മളുടെ പാപ സ്വഭാവമുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവമക്കളാകുന്നത്. അപ്പൊ കർത്താവ് യേശുവിനെ അവനെ നമ്മൾ വിശ്വസിച്ച് കൈക്കൊള്ളുമ്പോൾ നമ്മൾ ദൈവമക്കളാകുന്ന ദൈവമക്കളുടെ അവകാശമാണ് സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾ പ്രാപിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ സ്നാനപ്പെടാൻ പറയുന്നത്. ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവസഭയെന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയും, ഇനി നിങ്ങളുടെ സ്നാനമാണ്, നിങ്ങളത് ചെയ്യണം. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ വഴിയിലേക്ക് ആൾ വരാൻ വേണ്ടിയിട്ടല്ല, ക്രിസ്തുവിനോട് ചേരുവാനാ, ക്രിസ്തുവിനെ ധരിക്കുവാനാ. ഞാൻ മുമ്പാവുന്നവരുടെ മരണമടക്കം ഉരുത്താൻ തുടങ്ങി ഭവിച്ചിട്ട് കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായി വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങൾ കൊടുക്കുന്ന സത്യ ഉപദേശങ്ങളാണ് രക്തം ചെയ്യും. റോമലേഖനം 6 പറയുന്ന സ്നാനത്തെക്കുറിച്ച് നല്ലൊരു പഠനമാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം.
ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിന്റെ വചനങ്ങളുണ്ട്. ആദാം മൂലം വന്ന ജന്മപാപം മാറ്റാനാണ് സ്നാനം കഴിപ്പിക്കുന്നതിൽ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അത് ശരിയല്ല. ഏകന്റെ പാപത്താൽ ശിക്ഷാവിധിക്ക് കാരണമായി എന്നത് ശരിയാണ്. എന്നാൽ ക്രിസ്തു എന്ന ഏകന്റെ യാഗം മൂലം അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വന്നു. അല്ലേ? ആദാമിൽ ഉൾപ്പെടുന്ന ജന്മപാപം തീർക്കാനാണ് സ്നാനപ്പെടുത്തുന്നതെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതല്ല. അല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ചിന്തിക്കുമ്പോൾ ആദാമിൽ നമ്മൾ ജീവിതത്തിൽ വന്നുപോയ പാപ സ്വഭാവങ്ങൾ, അകൃത്യങ്ങൾ, അല്ലേടിയ ആദാമിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ജീവൻ, അല്ലേടിയ സ്തോത്രം, അതിന് പരിഹാരം നൽകുവാൻ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണത്തിലൂടെ നമ്മൾ പുതുക്കം പ്രാപിച്ചു വരുമ്പോഴാണ് നമ്മൾ സ്നാനത്തിന് ഓഹരിക്കാരായി മാറുന്നത്. ഹല്ലേലൂയ. ഒരുവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ അവൻ സ്വീകരിക്കുന്നത് അർഹനായി മാറി. അങ്ങനെ ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ അവൻ സ്നാനം സ്വീകരിക്കാൻ അർഹതപ്പെട്ടവനാണ്, അർഹനാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കാത്ത ക്രൈസ്തവർ ഒരിക്കലും സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. അവർ സ്നാനപ്പെടുത്തുമില്ല. അവർ പറയും, ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങൾക്ക് തിരിച്ചറിവാകുന്നതിന് മുമ്പ് ഞങ്ങൾ മാമോദീസ മുങ്ങിയിട്ടുണ്ട്. അതെ, മാമോദീസ മുങ്ങിയതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകത്തില്ല സ്വഭാവമായി. ഞാനൊക്കെ മാമോദീസ മുങ്ങിയ ആളാ. ഞാൻ എൻ്റെ പാപങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞു, പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു, പാപിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആമേ, പാപം മുഖാന്തരം ജീവിതം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണത്തിലൂടെ മാത്രമേ പാപത്തിന് വിടുതലുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിന്റെ ഹൃദയം കൊടുത്തു. അപ്പൊ യേശുവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിനെ രക്ഷിതാപിതാവിന്റെ പാപം പരിഹരിച്ചു തന്നപ്പോൾ പിന്നെ ദൈവത്തിലൂടെ പറഞ്ഞു, എന്റെ കൽപ്പനയാൽ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കണം. അതാണ് കേട്ടോ ദൈവമക്കൾക്കുള്ള അവകാശം, അത് സ്നാനം. അത് എല്ലാവർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. അല്ലാതെ എല്ലാവരും ദൈവരാജ്യത്തിൽ ചെല്ലത്തുമില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ആമേ സ്തോത്രം, ചുവന്ന ഇതിലൂടെ ചെങ്കടലിലൂടെ ഇസ്രായേൽ അനുഗമിച്ചപ്പോൾ, ചെങ്കടലിൽ കൂടി ഇസ്രായേൽ നടന്നപ്പോൾ, കടന്നു വന്നപ്പോൾ മിസ്രയീമിലെ സേന നശിപ്പിച്ചതുപോലെ നിങ്ങളെ അനുഗമിച്ചു വന്നിരുന്ന എല്ലാ ശാപങ്ങളെയും ശത്രുവിന്റെ ശക്തികളെയും നശിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത്. ചെങ്കടലിൽ കൂടെ മറുകര കടന്ന ഇസ്രായേലും ചെങ്കടൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സ്നാനത്തിന് മുൻകുറിയായിട്ടെന്നുള്ളത് പുതിയ നിയമ വായികൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ചെങ്കടൽ കടക്കാൻ തടസ്സമായി നിന്ന, ചെങ്കടൽ കടന്ന് മറുകരയെത്തുവാൻ തടസ്സമായി ഇസ്രായേലത്തിന് അവയെ പിന്നിൽ നിന്ന, അവർക്ക് മുന്നിൽ നിന്ന, അവരെ തകർക്കുന്ന ഫറവോന്റെ ശക്തിയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഇസ്രായേലും സ്വതന്ത്രരായി. അത് സ്നാനത്തിന് മുൻകുറിയാണെന്നാണ് വേദവസം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ചെങ്കടലിൽ ഇസ്രായേൽ ജനത്തെ അനുഗമിച്ച് മിസ്രയീം സേന നശിച്ചതുപോലെ നിങ്ങളെ അനുഗമിച്ചു വരുന്ന ശാപങ്ങളെയും ശത്രുവിന്റെ ശക്തികളെയും നശിപ്പിക്കുവാൻ സമർപ്പിക്കുന്ന ഒന്നാണ് സ്നാനമെന്ന് ദൈവവചനം പഠിക്കുക. നയമാൻ എന്ന കുഷ്ഠരോഗി, ആമേ സ്തോത്രം, അല്ലെങ്കിൽ കുഷ്ഠരോഗി ജലത്തിൽ മുങ്ങിയപ്പോൾ അവന്റെ കുഷ്ഠരോഗം മാറിയത് മാത്രമല്ല, പുതിയ ശരീരവും അദ്ദേഹത്തിൽ ഉണ്ടായി. ഹല്ലേലൂയ. നയമാൻ കുഷ്ഠരോഗിയ. ഹല്ലേലൂയ. നയമാന്റെ കുഷ്ഠം മാറാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞനുസരിച്ചു അല്ലെങ്കിൽ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിക്കയറി കഴിഞ്ഞപ്പോൾ അവന്റെ കുഷ്ഠം മാറി. ഹല്ലേലൂയ. മാത്രമല്ല, അവന് പുതിയ ശരീരം കിട്ടി. അവനൊരു പുതിയ ശരീരവും അല്ലെങ്കിൽ അവന് കിട്ടി. ക്രിസ്തുവിനെ ധരിക്കുന്നതിന് സ്നാനം ഒരു അടയാളമാണ്. അങ്ങനെ ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുയേശുവിനെ ധരിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവിനെ വിശ്വസിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ സ്നാനം ഏറ്റി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരും. നിങ്ങൾക്കൊരു പുതിയ ശരീരം കിട്ടും. പിന്നെ ആ ശരീരത്തിൽ നിങ്ങൾ അശുദ്ധിയെ ചേർക്കരുത്. ഹല്ലേലൂയ. മുമ്പ് നയമാനെ പോലെ കുഷ്ഠം നിറഞ്ഞ ജീവിതമായിരുന്നു. നയമാനെ പോലെ കുഷ്ഠം നിറഞ്ഞിരുന്ന ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ലാതെ എപ്പോഴും അഴുക്ക് ചരം കൊണ്ട് നിറഞ്ഞിരുന്ന നയമാൻ ജോർദാനിൽ മുങ്ങിക്കയറി കഴിഞ്ഞപ്പോൾ തന്റെ കുഷ്ഠരോഗം പാടേ മാറിപ്പോയതുപോലെ എന്നെ കേൾക്കുന്ന പ്രേസിലേക്ക് നീ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിതാപിതാവായി സ്വീകരിച്ചവരുടെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് നീ ഒരു പുതിയ ശരീരത്തിന് ഉടമയായി കഴിയുമ്പോൾ പിന്നെ നിന്റെ ശരീരത്തിനകത്ത് പഴയ കുഷ്ഠം വരാൻ പാടില്ല, പഴയ പാപം വരാൻ പാടില്ല. പിന്നെ നിന്റെ ശരീരത്തെ നീ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. രക്തം ചെയ്യണം. നമ്മളീ ദൈവത്തിന്റെ വചനത്തെ സുവിശേഷം
എന്ന് പറഞ്ഞ് മനുഷ്യന്റെ ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശുദ്ധീകരണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയാണ്, നമ്മുടെ മാനസാന്തരമാണ്, നമ്മുടെ നിത്യജീവനാണ്. സുവിശേഷമാണ് നമ്മുടെ ദൈവരാജ്യത്തേക്ക് വഴിയൊരുക്കുന്നത്, പാത തെളിക്കുന്നത്, വഴി കാണിക്കുന്ന സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സന്തോഷമുണ്ടാകണം. നയമാനൊരു പുതിയ ശരീരം കിട്ടിയതുപോലെ നിന്റെ കഴിഞ്ഞകാല പാപമാകുന്ന കുഷ്ഠത്തെ നീക്കിയിട്ട് ക്രിസ്തുവിനെ ധരിക്കണം, ക്രിസ്തുവിനോട് ചേരണം. ഈശ്വരം ഹല്ലേലൂയ. ജീവിതം ഒന്നൊക്കെയുള്ളൂ, രണ്ടാമതൊരു ജീവിതം ഇല്ലല്ലോ. ഹല്ലേലൂയ. പണ്ട് ആരോണ്ടവരോട് പറഞ്ഞു, ഞാൻ ഇനി ഒരു പുനർജന്മ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ആമീൻ അല്ലെ, ഞാൻ ഈ പുനർജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആമീൻ വലിയൊരു സഭയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതാവായി തീരണമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ പുനർജന്മ അല്ലെ സ്നാനം സ്വീകരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തോട് ചേരണം. വീണ്ടും വീണ്ടും ഒരു രണ്ടാമതൊരു ജീവിതം നമുക്കിവിടില്ല. അങ്ങനെ രണ്ടാമതൊരു ജീവിതം നമ്മൾ നയിച്ചു വന്നു കഴിഞ്ഞാൽ, രണ്ടാമതൊരു ജീവിതം നമ്മൾ പ്രാപിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സഭയുടെ പാസ്സാകുന്നു, പള്ളിയിലെ അച്ഛനാകുന്നു, അമ്പലത്തെ പൂജാരിയാകുന്നു, തന്ത്രിയാകുന്നു, പള്ളിയിലെ ഉസ്താദാകുന്നു നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. നമുക്ക് രണ്ടാമത് ഒരു വലിയ ഒരു ജീവിതം, മരണാനന്തര ജീവിതം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം തരുന്നതാണ്. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ നിത്യമായ രാജ്യത്തിൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പിന്നെ ഭൂമിയായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലെന്നേ, നമ്മൾ ദൈവരാജ്യത്തിലായി. ആ ബോധ്യമാണ് വേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അല്ല ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വിശുദ്ധി ജീവിക്കാൻ കഴിയാതെ ഞാൻ മരിച്ച് കർത്താവ് എനിക്ക് രണ്ടാമതൊരു ജീവിതം തന്നാൽ അന്ന് ഞാൻ അങ്ങേക്ക് നല്ലൊരു ഇടയനായെന്ന് പറയുന്നത് കാര്യമില്ല. ഇവിടെ നീ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ മാത്രമേ ജീവിതം നിനക്കുള്ളൂ നീ മനസ്സിലാക്കി കഴിയുമ്പോൾ നീ ദൈവത്തിന്റെ കൽപ്പന സ്വീകരിക്കണം, പ്രമാണം അനുസരിച്ച് ജീവിക്കണം. പിന്നെ നിന്റെ ശരീരത്തിലേക്ക് കുഷ്ഠം പ്രവേശിക്കരുത്, പാപം പ്രവേശിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് കാൽവരി ക്രൂശിലെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ഹല്ലേലൂയ സ്നാനമിനിയും അധികമായ പ്രാവശ്യം അർഹിക്കുന്നതായി മാറിക്കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന് ശേഷമായി ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് സ്നാനം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവൻ മാനസാന്തരപ്പെടണം, ഒരു പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൻ സ്നാനപ്പെടണമെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചെയ്യുന്ന ഒരു നിയമമാണ്. നമ്മൾ സ്നാനം എടുക്കുമ്പോൾ കർത്താവിനോട് ചെയ്യുന്ന ഒരു നിയമമാണ് അല്ലേ. സ്നാനമൊക്കെ കഴിച്ച് സ്നാനമൊക്കെ പെട്ട് സ്നാനപ്പെടുത്തി സ്നാപകൻ ആ വ്യക്തിയെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് കഴിയുമ്പോൾ ആ സ്നാനപ്പെട്ട വ്യക്തിയുടെ തലയിൽ കൈവച്ചിട്ട് പറയും, മരണപര്യന്തം വിശ്വസനായിരിക്കാം, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കുമെന്ന് പറയും. സ്നാനപ്പെട്ട വ്യക്തി എന്തിനും മരണപര്യന്തം വിശ്വസനായിരിക്കണം. ഹല്ലേലൂയ. പഴയകാല പാപത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. പഴയകാല ജീവിതത്തിലേക്ക് പോകരുത്, അശുദ്ധിയിലേക്ക് പോകരുത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണമെന്നാണ് സ്നാനത്തോടുകൂടി ദൈവം നിന്റെ തരുന്ന കൽപ്പന. അതാണ് ഇടയന്മാർ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വെള്ളത്തിന്റെ കയറ്റിവിടുന്നത്. രക്തജയം. ഹല്ലേലൂയ. രക്തജയം. അപ്പൊ എന്താണ്? സ്നാനത്തോടുകൂടി മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. പ്രേസലോട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ജലത്തിൽ നൽകുന്ന ഒരു നിമിഷം ക്രൂശിൽ എന്റെ പഴയ മനുഷ്യനെ തറയ്ക്കുവാനായി നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ ജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ, വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ജലത്തിലെ പഴയ മനുഷ്യനെ നിങ്ങൾ ക്രൂശിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. പഴയ മനുഷ്യനെ നിങ്ങൾ ജലത്തിനടിയിൽ മുങ്ങുന്ന സമയം ക്രിസ്തുവിനോട് കൂടി അടക്കം ചെയ്യപ്പെടുന്നു. ജലത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങൾ അവന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് പ്രാപിക്കുന്നു. ജയകരമായ ജീവിതം നയിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നീക്കോദീമോസ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ നീക്കോദീമോസിനെ വീണ്ടും ജന്മം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നീക്കോദീമോസിനോട് യേശു പറഞ്ഞു, അത് യേശു ആമേനാമൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്ക് കഴിയില്ല എന്ന്. ഹല്ലേലൂയ. സ്നാനം എന്ന് പറയുന്നത് ദൈവസഭയുടെ പ്രമാണമാണ്. ദൈവസഭയുടെ ദൈവവചനത്തിന്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. അത് സഭയെ അടിച്ചേൽപ്പിക്കുന്നതല്ല, സഭയിലേക്ക് ആളുകൂട്ടുന്നതല്ല, ഞങ്ങളുടെ മതത്തെ വളർത്തുന്നതല്ല, യേശു തന്ന കൽപ്പനയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ഹല്ലേലൂയ കുട്ടികൾക്ക് ഒരു ശിശുപാലകൻ ഉണ്ടായിരുന്നു, കുട്ടികളെ നോക്കി വളർത്തുവാൻ.
എന്നാൽ ആ കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ശിശുപാലകന്റെ ആവശ്യമില്ലാത്തതുപോലെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനം വന്നപ്പോൾ പ്രമാണം നമുക്ക് കിട്ടിയിട്ട് യേശുക്രിസ്തുവിലൂടെ നാം വിശ്വസിച്ച് ദൈവമക്കളായി കഴിഞ്ഞപ്പോൾ പഴയ പ്രമാണത്തിന് നമുക്ക് സ്ഥാനമില്ല. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പുതിയതാണ്. അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാനിന്ന് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോകില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, ഈ കണ്ട കാലവൃത്തിയിൽ നീ ദൈവത്തിന്റെ വചനം കേട്ടിട്ടും ഇതുവരെ നീ സ്നാനപ്പെടാതെ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാതെ, ദൈവകൽപ്പന സ്വീകരിക്കാതെ ഇന്ന് നീ നിന്റെ ചിരത്തിൽ പഴയ പാപം വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ മരണത്തോടുകൂടി നീ സ്വർഗത്തെ പ്രവേശിക്കുന്നവരെ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് ദൈവകൽപ്പനയാകുന്ന സ്നാനത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് അല്ലേലും നീ കർത്താവ് ചെയ്യണം. ഇതുവരെ നീ സ്നാനപ്പെടാൻ തീരുമാനമെടുത്ത് നീ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്ത് ദൈവസഭയുടെ വിവരം അറിയിച്ചു കഴിയുമ്പോൾ ദൈവസഭ ഒന്നടങ്കം തീരുമാനമെടുത്ത് നിനക്ക് കൽപ്പന നടത്തിത്തരും. അത് നിനക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുക. നിന്റെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് ആദാമ്യ പാപത്തിൽ മരിച്ചു കിടക്കുന്ന നിന്റെ ജീവിതത്തെ, ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിന്റെ ഒരു പുനർജീവിതം നിനക്ക് തന്നാൽ അല്ലെങ്കിൽ നിത്യതയുടെ അവകാശമായി മാറാൻ കഴിയും. അതുകൊണ്ട് ഇതുപോലെ നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കുക. ദൈവകൽപ്പന സ്വീകരിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? അങ്ങനെ ഇതുപോലെ എന്നോടൊപ്പം പ്രാർത്ഥിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് എല്ലാ ജനത്തെയും കർത്താവായ യേശുവിനെ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്ന വ്യക്തിക്ക് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം മരണത്തക്ക ഒഴുത്താൽ ദൈവവിച്ച് ക്രിസ്തുവിനെ ചേരുവാൻ, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതത്തിൽ മരണപര്യന്ന് വിശുദ്ധനായി ജീവിക്കാൻ കർത്താവിന്റെ കേരളത്തിൽ ലോക രാജ്യമുള്ള കൂടാതെ ജനത്തെ എടുത്ത് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിയിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനത്തെ എടുത്ത് കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സകല ജനങ്ങളും മടങ്ങിക്കൊണ്ട് മാനസാന്തരപ്പെടുവാൻ, ദൈവസഭയിൽ ചേരുവാൻ, വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മതത്തിന്റെ കെട്ടിലും മതബന്ധനത്തിലും പഴയ പാപപ്രമാണത്തിനകത്ത് ജീവിച്ച് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ ഈ ജനം പൂർണ്ണമായി ശുദ്ധീകരിക്കുവാൻ ജനത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിനായി സകല ഭരണ സംവിധാനങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല ജനത്തിനും കർത്താവ് പാപത്തിന്റെ കെട്ടിൽ നിന്ന്, പാപത്തിന്റെ ശാപത്തിന് മടങ്ങി വന്ന് ക്രിസ്തുവിനോട് ചേരുവാണ് കൃപ കൊടുക്കണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ഭാരതം കടന്നു പോകുന്ന അനുഭവങ്ങൾ, പാകിസ്ഥാനുമായി ഈ സമയത്ത് യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുമ്പോൾ കർത്താൻ ഇരു രാജ്യങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ. ഇരു രാജ്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകാൻ, ആയുധം വെച്ച് കീഴടങ്ങുവാൻ, എല്ലാ കർത്താവിനുവേണ്ടി ഹൃദയം കൊടുത്ത് ദൈവമക്കളെ തിരുവാൻ ഞങ്ങളുടെ രാജ്യത്തെയും ലോക രാജ്യങ്ങളെയും ഓർക്കുന്ന എല്ലാ ഭരണാധിപന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ജനം തമ്മിലടിച്ച് കലഹിച്ച് മരിച്ച് രക്തച്ചൊരിച്ചിലുണ്ടാകാതെ ലോക സമാധാന വീടുകൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിൽ ഭാരതത്തിന് വിടുതലായി, ലോകരാജ്യങ്ങളുടെ വിടുതലായി ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവ്. ജനം മടങ്ങി വരട്ടെ, മാനസാന്തരം കൊടുക്കണമേ. അക്രമം വിട്ട് കർത്താവ് രക്തച്ചൊരിച്ചിൽ വിട്ട് തീവ്രവാദങ്ങൾ, ഭീകരവാദം, വർഗീയവാദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൽ കർത്താവ് ജനം വീണ്ടെടുക്കപ്പെട്ടവരായി, ക്രിസ്തുയേശുവിന്റെ ഭാഗമുള്ളവരായി, യേശുവിന്റെ വരവിനായി ഒരുക്കമുള്ള ഹൃദയം ചീരിക്കൊണ്ടേയാകണമേ. നയമാന്റെ ജീവിതത്തിലെ കുഷ്ഠം നിറഞ്ഞു നിന്നതുപോലെ ഈ ജനം മുഴുവൻ ശരീരത്തിൽ പാപമാകുന്ന കുഷ്ഠം ചുമന്നുകൊണ്ട് മുന്നോട്ട് നിത്യ നരകത്തിലേക്ക് പോകാതെ നയവയോർത്താൻ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ ശരീരത്തിലെ കുഷ്ഠം മാറി ഒരു പുതിയ ശരീരം ലഭിച്ചതുപോലെ ഈ ജനതകളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ക്രിസ്തുവിന്റെ പുതിയ ജീവിതം നയിക്കുവാൻ ജനത്തെ ഒരുക്കണമേ. സകല മുഖത്ത് ഒരുക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.